നമ്മോടൊപ്പം വിദ്യാസാഗർ ഗുരുമൂർത്തി ഉണ്ട് ഇതേപ്പറ്റി പ്രതികരിക്കാൻ. സാർ നോക്കൂ, ദേവസ്വം ബോർഡ് അപ്പാടെ പരാജയം, ഹൈക്കോടതിക്ക് ഇത് നേരിട്ട് ബോധ്യം വന്നിരിക്കുന്നു. ക്ഷേത്ര ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തു എന്ന് കോടതിക്ക് നേരിട്ട് ബോധ്യം വന്നിരിക്കുകയാണ്. കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമല്ലേ സാർ? തീർച്ചയായിട്ടും നമ്മളിത് കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മലയാളികൾക്ക് ഇത് ശീലമായതുകൊണ്ട് മാത്രമാണ്. കാരണം ക്ഷേത്രത്തിൽ പണം സമർപ്പിക്കുന്ന കോടിക്കണക്കിന് വരുന്ന ഭക്തന്മാർക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത, അവർക്ക് മനുഷ്യത്വപരമായ പരിഗണന പോലും നൽകാത്ത ഒരു ദേവസ്വം ബോർഡാണിത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലെ ശബരിമല തീർത്ഥാടന സമയത്ത് കുടിവെള്ളം പോലും കൊടുക്കാതെ 16-18 മണിക്കൂർ കുഞ്ഞുമക്കളെ അടക്കം സ്ത്രീകളെ അടക്കം അടച്ചിട്ട സർക്കാരാണ്. ശബരിമലയില് ക്യൂവില് വയസ്സായ സ്ത്രീകള്, കൊച്ചുകുട്ടികള്, അതുപോലെ മാളികപ്പുറങ്ങൾക്കൊന്നും പോകാൻ പറ്റാതെ. അപ്പൊ ഇങ്ങനെ ഒരു അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാതെ ഒരു തരത്തിലും ഭക്തന്മാർക്ക് ഒരു വിലയുമില്ല. അവിടെ ഭക്തന്മാരുടെ പണം കൊണ്ടാണ് ഇവരൊക്കെ നല്ല ഷർട്ടിട്ട് വലിയ വലിയ കാറുകളിലൊക്കെ പറക്കുന്നത്. ഭക്തന്മാരുടെ പണമാണ്. അപ്പോൾ ഭക്തന്മാർക്ക്, അതായത് ക്ഷേത്രം നിലനിൽക്കുവാൻ കാരണമായിട്ടുള്ള ഭക്തന്മാർക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ദേവസ്വം ബോർഡാണ് ഉള്ളത്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, 2018-19 സമയത്ത് CMന്റെ ചീഫ് മിനിസ്റ്ററുടെ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും 10 കോടി രൂപയാണ് അനധികൃതമായി വഴിമാറ്റി എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുക്കാനുള്ള യാതൊരു അവകാശവും ഇല്ലാതിരിക്കെ, കാരണം ക്ഷേത്രത്തിലെ ദേവൻ മൈനറാണ്. മൈനറായ ദേവന്റെ സ്വത്ത് നേരിട്ട് അങ്ങ് അപഹരിക്കുന്ന പോലെയാണത്. അന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇത് വലിയ കൊള്ളയാണ്, പകൽ കൊള്ളയാണ്, ഉടൻ തന്നെ ഗുരുവായൂർ അമ്പലത്തിലെ 10 കോടി രൂപ തിരിച്ചു വെക്കണമെന്ന്. ഇന്ന് വരെ അത് ചെയ്തിട്ടില്ലാത്ത, ലജ്ജയുമില്ലാത്ത ഒരു സർക്കാരും അതിന് പറ്റിയ ഒരു ദേവസ്വം ബോർഡുമാണ്. അപ്പൊ കോടതിയുടെ വിമർശനം തീർച്ചയായിട്ടും അവർ അർഹിക്കുന്നതാണ്. പക്ഷേ വിമർശനങ്ങൾക്ക് അപ്പുറത്ത് ഇത്തരത്തിലുള്ള ധാർഷ്ട്യം അവർക്ക് വരാൻ കാരണം തുടരെ ഭരണം കിട്ടുന്നത് തന്നെയാണ്. എന്ത് ഞങ്ങൾ ചെയ്താലും, ഞങ്ങൾ എന്ത് പകൽ കൊള്ള ചെയ്താലും ഞങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന ധാർഷ്ട്യമാണ് സർക്കാരും ദേവസ്വം ബോർഡും കാണിക്കുന്നത്. ഇവരെ ജനാധിപത്യപരമായി പരാജയപ്പെടുത്തുകയും നിയമപരമായി ചോദ്യം ചെയ്യുകയും ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ തുറുങ്കിലടക്കുകയും ചെയ്യുക മാത്രമേ പോകാൻ വഴിയുള്ളൂ. സാർ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം 7 ലക്ഷം രൂപയുടെ വൗച്ചർ അത് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇത് മറ്റാരുടെയും അറിവില്ലാതെയാണ് ഈ 7 ലക്ഷം രൂപയുടെ വൗച്ചർ അപ്രത്യക്ഷമായിരിക്കുന്നത്. 7 ലക്ഷത്തിന്റെ വൗച്ചർ അല്ല, 10 കോടിയുടെ എംബസിൽമെന്റ് ആണ് ഞാൻ പറഞ്ഞത്. 7 ലക്ഷത്തിന്റെ വൗച്ചർ 70 പോയി കാണും, നമുക്കറിയില്ല. അത്രയ്ക്ക് എന്താ പറയാ, കാട്ടിലെ തടി തേവരുടെ ആന, വലിയോ എന്ന് പറഞ്ഞ പോലെയാണ് സർക്കാർ ദേവസ്വം ബോർഡും കൂടി കൊള്ളയടിക്കുകയാണ്. ശരിക്കും ഒരു ക്രിമിനൽ സംഘം രൂപപ്പെട്ടിരിക്കുകയാണ് ക്ഷേത്രങ്ങൾക്ക് ചുറ്റും. അതെ, വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ്, ആശങ്കാജനകമാണ്. സത്യം പറഞ്ഞാൽ ഈ വിഷയത്തില് ഒരു വലിയ, ഇതിലും കേരള സംസ്ഥാനത്തിന് പുറത്തുള്ള വലിയൊരു ദേശീയ തലത്തിൽ ചർച്ചയും ദേശീയ തലത്തിൽ അന്വേഷണം ആവശ്യമാണ്. അത്തരത്തിൽ അന്വേഷണം നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള പല രാഷ്ട്രീയ പകൽമാന്യന്മാരുടെയും മുഖംമൂടി വലിച്ചു കീറപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല. സാർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹം എത്രത്തോളം പുരോഗമിച്ചു. ഇപ്പോഴും ഒരു ക്ഷേത്രത്തിലെ കണക്കു രേഖകൾ ഇതെല്ലാം ഇപ്പോഴും ഡിജിറ്റൈസ് ചെയ്തിട്ടില്ല. കയ്യെഴുത്ത് രേഖകളെ മാത്രം ആശ്രയിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം പോലുള്ള ഒരു പ്രമുഖ ദേവസ്വം പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ കൈയിട്ട് വാരാനുള്ള തന്ത്രം തന്നെയല്ലേ ഇവരുടെ? സംശയം എന്താണ്? എന്തുകൊണ്ടാണ് ഇവർ ഡിജിറ്റൽ ഇക്കോണമിയെ കളിയാക്കുന്നത്? ഇവർക്ക് കൈയിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്യുകയും എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടം പോലെ രസീത് എഴുതിയെടുക്കാം. പിന്നെ വഴിപാട് 10 കഴിക്കുന്നിടത്ത് 100 കഴിച്ചു എന്ന് എഴുതാം. അങ്ങനെ പല 100 കഴിച്ചിടത്ത് 10 എഴുതാം. അവർക്ക് ഇഷ്ടം പോലെ. സത്യം പറഞ്ഞാൽ ഒരു സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനം പോലെ കൊണ്ടു നടക്കുകയാണ് ഭക്തരുടെ കണ്ണീരും വിയർപ്പും വേദനയും നിറഞ്ഞ പണം. അതെ, 10 വർഷത്തിന് ശേഷവും 2014 മുതൽ 2015 വരെയുള്ള സാമ്പത്തിക വർഷത്തെ കണക്കുകൾ, 10 വർഷത്തിന് ശേഷം പോലും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ക്രമീകരിക്കാനായില്ല. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും നാളായിട്ടും ഈ ഒരു കാര്യം അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാനത്? ഇതൊക്കെ മനഃപൂർവ്വമായുള്ള ഒരു ഇടപെടൽ തന്നെയല്ലേ സർ? 100%. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും ദേവസ്വം ദേവന്റെ സ്വത്ത് എന്നർത്ഥം. ദേവന്റെ സ്വത്ത്, പെർപ്പച്വൽ മൈനർ ആയിരിക്കുന്ന ദേവന്റെ സ്വത്ത് മാനേജ് ചെയ്യുകയും ദേവന്റെ ഹിതത്തിന് ഉപയോഗിക്കുകയും ചെയ്യാതെ അത് എംബസിൽ ചെയ്യുകയും വഴിമാറ്റി ചെലവിടുകയും ഫൈനാൻഷ്യൽ ഫ്രോഡ് കാണിക്കുകയും ചെയ്യാണ് ഇവർ ചെയ്യുന്നത് കാലങ്ങളായിട്ട്. ഇതിപ്പോ തുടങ്ങിയൊന്നുമല്ല. ഇതിന്റെ ആഴങ്ങളിലേക്ക് അന്വേഷണം പോയേ പറ്റൂ. സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ടൊന്നും അയ്യപ്പൻ വെറുതെ വിടില്ല എന്ന് ഇപ്പോഴെങ്കിലും
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ തോഴന്മാർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്.